Hello everyone. So ഇന്നത്തെ എൻ്റെ വീഡിയോ ലെമൺ ഹാർവസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലെമണും ഒരുമിച്ച് ഹാർവസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഒന്നില്ലെങ്കിൽ കുറച്ചെടുക്കാം, നമുക്ക് അച്ചാറിടാനോ അല്ലാതെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു യൂസ് വരുന്നില്ല. അപ്പം ലെമൺ ഹാർവസ്റ്റിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ലെമൺ ട്രീ നിങ്ങളെ കാട്ടിത്തരാം. ഇത് അത്ര വലിയ ട്രീ ഒന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് കാണാം വളരെ കുറേയധികം ലെമൺ ഉണ്ടായിട്ടുണ്ട് ഈ ചെറിയ ട്രീ തന്നെ. എൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം. വെർട്ടിക്കൽ ഷേപ്പിലാണ് ഞാൻ ലെമൺ ട്രീ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ലെമൺ ട്രീ ഒരു ജസ്റ്റ് എങ്ങനെയാണോ ലെമൺ ട്രീ എൻ്റെ ഗാർഡനിൽ നിൽക്കുന്നതും അത് ഹാർവസ്റ്റ് ചെയ്ത് ഞാൻ അതുകൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഇതാണ് ലെമൺ. ഇത് നമുക്ക് കാണാം വളരെ അത്ര വലിയ പ്ലാന്റ് തന്നെ, പക്ഷെ ഞാൻ പ്രൂൺ ചെയ്ത് നമുക്ക് പറിക്കാൻ പറ്റിയ പാവത്തിന് നിർത്തിയിരിക്കണം. അപ്പോൾ നമുക്ക് കാണാം അത്യാവശ്യം വലിപ്പമുള്ള ലെമനാണ്. ഇത് യുറേക്ക എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, ലെമൺ ട്രീ. സോ പൊതുവേ സിട്രസ് ട്രീകൾ, അതായത് മാൻഡ്രീൻ, ഓറഞ്ച്, ലെമൺ, ലൈം, ഇതെല്ലാം സിട്രസ് വിഭാഗത്തിൽപ്പെട്ട ട്രീകളാണ്. ഇതൊന്നും ശരിക്കും പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ലിമിറ്റഡ് സ്പേസ് എൻ്റെ ബാക്ക് യാർഡിൽ ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ട്രീയും പ്രൂൺ ചെയ്യും. ഈവൻ സമ്മറിലും ഞാൻ പ്രൂൺ ചെയ്യും. നോട്ട് ഡീപ് പ്രൂണിങ്, സമ്മറിൽ ഞാൻ ചെറുതായിട്ട് പ്രൂൺ ചെയ്യും. പിന്നെ ലെമൺ ട്രീയും ഞാൻ പ്രൂൺ ചെയ്യും. നിങ്ങൾ ബാക്ക് യാർഡിൽ അധികം സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്യണമെന്നില്ല. പ്രൂൺ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അപ്പുറം നിങ്ങൾക്ക് ഫ്രൂട്ടിങ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് മതിയെന്ന് ഞാൻ നോർമലി വിചാരിക്കാറ്. കാര്യം ടു മച്ച് ഫ്രൂട്ട് ആയി കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആവും. എന്നാലും ഈ ചെറിയ ട്രീ തന്നെ അത്യാവശ്യം നല്ല കായ്ഫലം തന്നെ ഉണ്ട്. അപ്പം എൻ്റെ ട്രീ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ കാണാം. ഞാനൊരു വെർട്ടിക്കൽ ഷേപ്പിലാണ് എല്ലാ ട്രീയും, അതായത് എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട്. കാര്യം എന്താ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാ ട്രീയും വന്നിരിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഇത് ഞാൻ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ട്രീയിൽ ടോപ്പ് ബ്രാഞ്ചസ് എല്ലാം ഞാൻ പൊതുവെ കട്ട് ചെയ്യും. ഏറ്റവും ടോപ്പിലെ ബ്രാഞ്ച് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് സൈഡിലെയും കുറച്ച് ഞാൻ ഷേപ്പ് ചെയ്ത് ആ നടുക്കുന്നുള്ള ബ്രാഞ്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൂട്ട് ആവുന്ന വിധത്തിലാണ് ഞാൻ എൻ്റെ പ്ലാന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്ഥലക്കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് ട്രിം ചെയ്തിട്ട് പ്ലാന്റ് നിങ്ങളുടെ ഗാർഡൻ എത്രത്തോളം ഭംഗിയാണ്, പ്രാക്ടിക്കാലിറ്റി നിങ്ങൾക്ക് എങ്ങനെ ആ ഫ്രൂട്ട് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും, അതുകൂടി അതിൻ്റെ വേസ്റ്റേജും എല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഫ്രൂട്ടും അതിൻ്റെതായ ട്രീയും മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്. സോ അങ്ങനെ ഇന്നത്തെ ജസ്റ്റ് ലെമൺ പിക്കിംഗ് ആൻഡ് അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ എവറി വൺ ടേക്ക് കെയർ. ലെമണും വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ബാക്ക് യാർഡ്. നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് ഒരു ലെമൺ പറിച്ച് ഒരെളം ചൂടുവെള്ളത്തിൽ ഇട്ട് കുടിക്കാവുന്ന, കുറച്ച് ഹണിയൊക്കെ ഇട്ട് കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ് തൊണ്ടയ്ക്ക്. എൻ്റെ ഒരു മെഡിക്കൽ അഡ്വൈസ് ഒന്നുമല്ല, എന്നാലും ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എങ്ങനെയാണോ തോന്നിയത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് എങ്ങനെയാണോ തോന്നിയത് അതനുസരിച്ചുള്ളൊരു ഫീഡ്ബാക്ക് മാത്രമാണ്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ എപ്പോൾ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇറ്റ്സ് വെരി ഈസി ടു ഗ്രോ. ഇത് യുറേക്ക എന്ന വെറൈറ്റിയാണ്. ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പം. കാര്യം ഇത് വളരെ വലിയൊരു ലെമണാണ്. നമ്മൾ ഏകദേശം ഒരു മാൻഡ്രീൻ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സൈസ് ഉണ്ടാകും ഒരു ലെമൺ. അപ്പോൾ ഇത് പിക്കിളിൽ നല്ലൊരു ലെമണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ കുറച്ച് കട്ടിയുള്ള സ്കിന്നാണ്. അപ്പോൾ പിക്കിൾ ചെയ്ത് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതല്ല വേണമെന്നുണ്ടെങ്കിൽ വേറെ വെറൈറ്റി ലെമൺ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം കാര്യം ഇതിൻ്റെ സ്കിന്ന് കുറഞ്ഞ ലെമൺ, വളരെ തിന്നായിട്ടുള്ള സ്കിന്നുള്ള ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ഒരു ഏകദേശം 5-6 വെറൈറ്റീസ് തന്നെ നിങ്ങളുടെ ലോക്കൽ ഗാർഡൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റി നിങ്ങൾ എടുക്കുക. ചിലത് സമ്മറിൽ വരെ റൈപ്പ് ആവുന്ന ലെമൺ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ചോദിച്ചത് അതനുസരിച്ചിട്ട് നിങ്ങൾ പോയി എടുക്കുക. എനിക്ക് യുറേക്ക ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ഇയർ യു വിൽ ഗെറ്റ് ഫ്രൂട്ട്.
പക്ഷെ എന്നാലും നിങ്ങൾക്ക് ലെമൺ ഹാർവെസ്റ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ലെമൺ നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടി വരില്ല. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈം വേണമെന്നുണ്ടെങ്കിൽ ലൈം നിങ്ങളുടെ ബാക്ക് യാർഡിലാണ്. എൻ്റെ ബാക്ക് യാർഡിൽ ലൈമും ഉണ്ട്. അപ്പം സമ്മറിൽ നിങ്ങൾക്ക് ഒരു നാരങ്ങ വെള്ളം ഇത് വെച്ച് കുടിക്കാം. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ് ഇളം ചൂടുവെള്ളത്തിലിട്ട് കുടിക്കാനും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാർബിക്യൂ ഗ്രില്ല് ചെയ്യാൻ വിട്ട് മീൻ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ നേരത്തും, അല്ലെങ്കിൽ വട്ടവർ മീറ്റ് ഏത് മീറ്റാണെങ്കിലും അത് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൽ കൂടി ഇട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ലെമൺ ഉപയോഗിക്കാറ് കൂടുതലും. അപ്പം ലൈം നിങ്ങൾക്ക് ഒരു എന്താണ് സമ്മറിൽ മിൻറ്റും ലൈമൊക്കെ ഇട്ട് ഒരു സോഡ സർബത്ത് പോലെ കുടിച്ചാൽ അതിന് നിങ്ങൾക്ക് ലൈം ഉപയോഗിക്കാം. അപ്പോൾ ലൈമും ലെമണും ഉള്ളത് എപ്പോഴും നല്ലതാണ് ബാക്ക് യാർഡിൽ. സോ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ലെമൺ ട്രീ ഇറ്റ്സ് ഫുൾ ഓഫ് ലെമൺസ്. സോ ചെറിയൊരു ലെമൺ ട്രീ ആണ്, പക്ഷെ ഇതിൽ നിറച്ചു ലെമൺ ഉണ്ട്. എല്ലായിടത്തും ലെമണാണ്. ഓക്കെ, ലെമൺ ഓസ്ട്രേലിയയിൽ എൻ്റെ അറിവിൽ ലെമൺ ട്രീ ബാക്ക് യാർഡിൽ ഇല്ലാത്ത ഒരു വീട് ഉണ്ടാവില്ല. കാര്യം എല്ലാ വീട്ടിലും കാണും. അത് ഒരുപക്ഷെ നമ്മളെപ്പോലെ ചിലപ്പം ചൂടുവെള്ളത്തിലിട്ട് കുടിക്കാനായിരിക്കില്ല. Barbecue very well known in Australia, so they like to barbecue in their backyard. അപ്പം ബാർബിക്യൂ ചെയ്യാൻ നേരത്ത് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് പോലെ ഇത് അവരുപയോഗിക്കും. അപ്പം ഞാനിന്ന് ബാർബിക്യൂ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ഒരു ദിവസം ബാർബിക്യൂ ചെയ്യുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. ഞാൻ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാർബിക്യൂ ആണ്. ചാക്കോൾ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബാർബിക്യൂ ഓൾസോ വൺ ഡേ. സോ ഇന്ന് ഞാനിത് എന്തായാലും ഒരു തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ ഒരു ലെമൺ ഇട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഹണിയോടുകൂടി അത് കുടിച്ച് കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് ഒരു സുഖം കിട്ടും. അപ്പം ദിസ് ഈസ് മൈ യുറേക്ക ലെമൺ. Hope you enjoy my video. Take care. Look after yourself. Thank you. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ thank you for watching. Take care.